ഡൽഹിയിലേക്ക് KP ഒന്ന് പോയി വരാം. ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച രാജ്യതലസ്ഥാനത്ത് നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായി കേരളത്തിൽ നിന്നും എത്തിയ ജനപ്രതിനിധികൾ ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി അവർ ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ജിഷ്ണു കൃഷ്ണൻ BJP ആസ്ഥാനത്ത് നിന്നും ചേരുകയാണ്. ജിഷ്ണു, ഇത് വളരെ സുപ്രധാനമായ കൂടിക്കാഴ്ചകളാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വികസനം എത്രത്തോളം കരുത്തോടെ സാധ്യമാക്കുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നു. ഇപ്പോൾ BJP ആസ്ഥാനത്ത് മുൻ ഹരിയാന മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ നഗരവികസന മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയാണല്ലോ. അമിത്ഷായുമായുള്ള ചർച്ച എപ്പോഴാണ് ആരംഭിക്കുക? ഗൗതം, നിലവിൽ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടാറുമായി കേരളത്തിൽ നിന്നുള്ള BJPയുടെ ജനപ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. നഗരവികസനവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ സംബന്ധിച്ച് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായും നേരത്തെ VV രാജേഷ്, തിരുവനന്തപുരം മേയർ ഉൾപ്പെടെയുള്ളവർ ജനം TVയോട് പ്രതികരിച്ചിരുന്നു. ഈ ഒരു യാത്രയിലൂടെ ഡൽഹിയിൽ ഇത്തരത്തിൽ വിവിധ തലത്തിൽ കേന്ദ്രമന്ത്രിമാരുമായും പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകളിലൂടെയെല്ലാം എന്തെല്ലാം വികസന കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും, ഭരണതലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, ഇവയുമായി ബന്ധപ്പെട്ടൊരു വലിയ പഠനം തന്നെയാണ് ഈ ഒരു യാത്രയിലൂടെ. ഒരു യാത്ര എന്നതിനപ്പുറത്തേക്ക് ഭരണതലത്തിലും വികസന യാത്രയിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പഠനമാണ് ഈ ഒരു ഡൽഹി യാത്രയിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചകളാണ് നിലവിൽ BJPയുടെ ദേശീയ ആസ്ഥാനത്ത് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുമായി, കൗൺസിലർമാരുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം 12 മണിക്കാണ് പാർലമെന്റിലേക്ക് ജനപ്രതിനിധികൾ എത്തുക. പാർലമെന്റിൽ 2 മണിക്കൂറോളം സമയം പാർലമെന്റിൽ ചെലവഴിക്കും. 4 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തുന്നത്. 4 മണിക്ക് ശേഷം ഡൽഹിയിൽ സെവൻലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. 2 മണിക്കൂർ സമയമാണ് നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ സമയത്ത് വിശദമായിട്ടുള്ള ചർച്ചയും കൂടിക്കാഴ്ചയും ഉണ്ടാകും. അതിനുശേഷം രാത്രി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദയുമായി ഈ മുഴുവൻ കൗൺസിലർമാരും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നാളെ വീണ്ടും BJPയുടെ ദേശീയ ആസ്ഥാനത്ത് മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ച. നാളെ വൈകിട്ടാണ് ഇവർ കേരളത്തിലേക്ക് മടങ്ങുന്നത്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മനോഹർ ലാൽ ഖട്ടാർ, കൂടാതെ നാളെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങി വിവിധ തരത്തിൽ ഭരണതലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളവരുമായും കേന്ദ്ര സർക്കാരിൻ്റെ മുതിർന്ന മന്ത്രിമാരുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളുമാണ് ഈ ഒരു യാത്രയിൽ BJP കൗൺസിലർമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ ഊഷ്മളമായ സ്വീകരണം ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിലും തുടർന്ന് BJPയുടെ കേന്ദ്ര കാര്യാലയത്തിലും ഈ സംഘത്തിന് ലഭിച്ചിരുന്നു. ഗൗതം.